ഹായ് ഓൾ വെൽക്കം ബാക്ക്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്താണ് കൺസോളിഡേഷൻ, എന്തിനാണ് നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യുന്നത്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കീ ടെർമിനോളജീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ അപ്പോൾ നമ്മൾ എംഫസൈസ് ചെയ്തൊരു കാര്യമാണ് എന്ത്, പാരന്റിന് സബ്സിഡറീൻ്റെ മേലെ കൺട്രോൾ ഉള്ള സമയത്താണ് നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ എന്താണ് കൺട്രോൾ? ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനീൻ്റെ മേലെ ഏത് സിറ്റുവേഷനിലാണ് കൺട്രോൾ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സ്പെസിഫിക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഒരു ഡെഫിനിഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര വലുതായിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത് കൺട്രോൾ ഉണ്ടാവാനുള്ള ക്രൈറ്റീരിയാസ്. സോ അത് നമ്മളിവിടെ ഡീബ്രീഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് താഴെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വേണം നമ്മൾ പഠിക്കാൻ. സോ ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനീൻ്റെ മേലെ കൺട്രോൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ആണ് നോക്കുന്നത്. സോ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, കൺട്രോൾ ഓഫ് എൻ ഇൻവെസ്റ്റി. സോ എന്താ ഇൻവെസ്റ്റി? ഈ ടേം നമ്മൾ ആദ്യമായിട്ടല്ലേ കേൾക്കുന്നത്. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പാരൻ്റ് ഉണ്ട്, ഒരു സബ്സിഡറി ഉണ്ട്. സോ പാരന്റ് സബ്സിഡറിന് മേലെ ഇൻവെസ്റ്റ് ചെയ്യാം. സോ ഇൻവെസ്റ്റ് ചെയ്യുന്ന പാരന്റിനെ നമ്മൾ വിളിക്കുക ഇൻവെസ്റ്റർ എന്നും, ഈ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്ന സബ്സിഡറിനെ വിളിക്കുന്നതാണ് ഇൻവെസ്റ്റി. ഓക്കെ, സോ ഇൻവെസ്റ്ററും ഇൻവെസ്റ്റ് എന്താണെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കൺട്രോൾ ഉണ്ടാവുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റിൻ്റെ മേലെ കൺട്രോൾ ഉണ്ട് എന്ന് പറയണമെങ്കിൽ 3 ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതവിടെ പ്രസൻ്റ് ആയിരിക്കണം. സോ ആ ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ ഇനീഷ്യലി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ ഓരോന്നും നോക്കാം. ഒന്നാമത് പവർ ഓവർ ദ ഇൻവെസ്റ്റി, അതായത് ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റിൻ്റെ മേലെ പവർ വേണം എന്നാണ് പറയുന്നത്. സോ എപ്പോഴാണ് ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയുടെ മേലെ പവർ ഉണ്ട് എന്ന് പറയാൻ സാധിക്കുക? അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിക്ക് നല്ല പവർ ഉണ്ടെങ്കിൽ അവരുടെ ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ സാധിക്കണം. ഫോർ എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റർ എ എന്ന് പറയുന്നതും ഇൻവെസ്റ്റ് ബി എന്ന് പറയുന്നതാണെങ്കിൽ ബിയുടെ ഡിസിഷൻസ് എടുക്കാൻ എക്ക് അതോറിറ്റി വേണം. ബി കമ്പനീൻ്റെ ഒരു ഡിസിഷൻ എടുക്കാൻ എ കമ്പനിക്ക് അതോറിറ്റി വേണം, എബിലിറ്റി വേണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ ഉണ്ടാവുക എന്ന് പറയുന്നത്. സോ സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി കമ്പനീൻ്റെ ഡിസിഷൻസ് ഒക്കെ ആരായിരിക്കണം എടുക്കുന്നത്, എ കമ്പനി ആയിരിക്കണം എടുക്കുന്നത്. ആ കേസിൽ നമുക്ക് പറയാൻ സാധിക്കും എക്ക് പവർ ഉണ്ട് എന്നുള്ളത്. സോ പവർ ഉണ്ടാകുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ആ സബ്സിഡറി കമ്പനീൻ്റെ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കണം. അപ്പോൾ ഇവിടെ ഇത് വെക്കാം, ഡിസിഷൻ മേക്കിംഗ്. ഇനി രണ്ടാമത്തത് എക്സ്പോഷ്യർ ഓർ റൈറ്റ്സ് ടു വേരിയബിൾ റിട്ടേൺസ് എന്നുള്ളത്. സോ എന്താണ് വേരിയബിൾ റിട്ടേൺസ്? സിമ്പിളി പറഞ്ഞുതരാം. നിങ്ങൾ ചിന്തിക്കാം, ഇവിടെ എ എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ കമ്പനി. എ എന്ന് പറയുന്ന കമ്പനി 2 സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബി എന്ന് പറയുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് ബീൻ്റെ 70% ഹോൾഡ് ചെയ്യുന്നുണ്ട്. 70% നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് എസ് എം ചെയ്യാം. ഇതേപോലെ സി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സി എന്ന് പറയുന്ന ഒരു കമ്പനിയിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സി എന്ന് പറയുന്ന കമ്പനീൻ്റെ ഷെയർസിലല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്, പകരം നമ്മൾ അവർക്ക് ലോൺ ആയിട്ടാണ് ലെറ്റ്സ് ഒരു 10 crores, ഒരു 10 CR എന്ത് ചെയ്തു, കൊടുത്തിട്ടുണ്ട്. അത് ലോൺ ആയിട്ടാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ലോൺ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, റിട്ടേൺസ് കിട്ടും. ഈ റിട്ടേൺസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക, ഇൻട്രസ്റ്റ് ആയിട്ടാണ് കിട്ടുക. സോ ഇവിടെ കിട്ടുന്ന റിട്ടേൺസ് എന്താ, ഇൻട്രസ്റ്റ് ആണ്. ആൻഡ് ഈ ഇൻട്രസ്റ്റിൻ്റെ പ്രത്യേകത എന്താ, അത് ഫിക്സ്ഡ് ആണ്. ലെറ്റ്സ് ഈ 10 crore നമ്മൾ പറഞ്ഞത് 11% പെർ ആനം എന്നാണെങ്കിൽ എല്ലാ വർഷവും നമുക്ക് 11% ഫിക്സ്ഡ് ആയിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ട് നിൽക്കും അല്ലേ. അവിടെ എന്താ, അത് ഫിക്സ്ഡ് ആണ്. നമ്മൾ റിട്ടേൺസ് വാരി ചെയ്യുന്നില്ല, ഫിക്സഡ് റിട്ടേൺസ് ആണ്. ഇതേ സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മറ്റൊരു സബ്സിഡറി ആണ് എന്ത്, ബി എന്ന് പറയുന്നത്. ഈ ബി എന്ന് പറയുന്ന കമ്പനീൻ്റെ റിട്ടേൺസ്, ബി എന്ന് പറയുന്ന കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്താ, അത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. ബി ലാഭം ഉണ്ടാക്കിയാൽ നമുക്ക് അതിൻ്റെ ഒരു പോർഷൻ കിട്ടും, ബി നഷ്ടമാണ് ഉണ്ടാക്കിയാൽ നമുക്കൊന്നും കിട്ടില്ല. ആ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുക അല്ലേ. സോ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വേരിയബിൾ റിട്ടേൺസ് എന്ന് പറയുന്നത്. സോ നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വാരിയബിൾ റിട്ടേൺസ് ആണ് വരാൻ പോകുന്നത്. കാരണം എന്താ, അവർ ലാഭം ഉണ്ടാക്കിയ ലാഭത്തിൻ്റെ ഒരു പോർഷൻ, അവർ കുറേ ലാഭം ഉണ്ടാക്കിയ കുറേ ലാഭത്തിൻ്റെ ഒരു പോർഷൻ നമുക്ക് കിട്ടും. കുറച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിലോ കുറച്ചേ നമുക്ക് കിട്ടുള്ളൂ. ഇനി നഷ്ടമാണെങ്കിലും ഉണ്ടാക്കുന്നത്, ആ നഷ്ടവും നമ്മൾ തന്നെ വഹിക്കേണ്ടി വരും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, എക്സ്പോഷ്യർ ടു വേരിയബിൾ റിട്ടേൺസ് അല്ലെങ്കിൽ റൈറ്റ്സ് ടു വേരിയബിൾ റിട്ടേൺസ്. എക്സ്പോഷറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നഷ്ടമാണെങ്കിൽ, ലോസ് ആണെങ്കിൽ ആ ലോസിൻ്റെ ഒരു വിഹിതം നമ്മൾ വഹിക്കേണ്ടി വരും, ലാഭമാണെങ്കിൽ ആ ലാഭത്തിലൊരു റൈറ്റ് നമുക്കുണ്ട് എന്നുള്ള രീതിയിൽ. സോ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എക്സ്പോഷ്യർ ടു വേരിയബിൾ റിട്ടേൺസ്. അതിനെക്കൊണ്ട് എന്താ, സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസ് കാരണം നമ്മൾ FS അഫക്റ്റഡ് ആവണം എന്നുള്ളത്. സോ അവർ നല്ല ലാഭം ഉണ്ടാക്കിയാൽ അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ FSലേക്ക് വരും, നമുക്ക് കൂടുതൽ കിട്ടും. ഇനി അവർ നഷ്ടം ഉണ്ടാക്കിയാൽ അതും നമുക്ക് ലോസ് ആയിട്ട് വന്നിട്ട് നമ്മളെ പെർഫോമൻസ് അത് കുറക്കും. സോ നമ്മൾ അവരുടെ പെർഫോമൻസ് കാരണം നമ്മൾ FS നമ്മളത് എഫക്റ്റഡ് ആവണം, പാരന്റ് കമ്പനി അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് കമ്പനി എഫക്റ്റഡ് ആവണം എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. സോ ഒന്നാമത്തെ എന്താ പറഞ്ഞത്, നമുക്ക് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി വേണം, സിംപ്ലി പറഞ്ഞ പവർ വേണം. രണ്ടാമത് എന്താ, നമ്മൾ എഫക്റ്റഡ് ആവണം, വേരിയബിൾ റിട്ടേൺസ് കാരണം എഫക്റ്റഡ് ആവണം എന്നുള്ളത്, എക്സ്പോസ് ടു വേരിയബിൾ റിട്ടേൺസ്. ഇനി മൂന്നാമത്തെ നോക്കാം. ഓക്കെ, മൂന്നാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്, ദി എബിലിറ്റി ടു എഫക്ട് ദോസ് റിട്ടേൺസ് ത്രൂ ദ പവർ ഹെൽഡ്. സോ
ഒന്നാമത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പവർ വേണം എന്നുള്ളത്. ഈ പവർ യൂസ് ചെയ്യാനുള്ള പവർ യൂസ് ചെയ്യണം എന്നാണ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സിംപിളി പറഞ്ഞിട്ട് നമുക്ക് പവർ ഉണ്ട്, പക്ഷേ പവർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈഡിൽ മാറിയിട്ട് ബാക്കിയുള്ള ഡിസിഷൻ എടുക്കണം എന്നല്ല. നമ്മൾ ആ പവർ യൂസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുത്ത് ആ ഡിസിഷൻ്റെ ബേസിസിൽ വേണം നമ്മൾ റിട്ടേൺസും കാര്യങ്ങളൊക്കെ വരാൻ എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മളെ ഹോൾഡ് ചെയ്തിരിക്കുന്ന പവർ എക്സേർട്ട് ചെയ്യണം, യൂസ് ചെയ്തിട്ട് വേണം ഈ പറയുന്ന റിട്ടേൺസ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന റിട്ടേൺസ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കേണ്ടത്, നമ്മളെ കയ്യിലുള്ള പവർ നമ്മൾ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ 3 പോയിന്റ്സ് ഒന്ന് സമ്മപ്പ് ചെയ്യുന്നതാണെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് എന്താ, നമുക്ക് പവർ വേണം. പവർ എവിടെ നിന്ന് കിട്ടുക, നമുക്ക് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഉണ്ടെങ്കിലാണ് പവർ ഉണ്ടെന്ന് പറയാൻ സാധിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റോ, നമ്മൾ എഫക്റ്റഡ് ആവണം, എക്സ്പോസ്ഡ് ആവണം വേരിയബിൾ റിട്ടേൺസ്. അവർ ലാഭം ഉണ്ടാക്കിയാൽ അതിനെ നമ്മൾ എഫക്ട് ചെയ്യണം, നഷ്ടം ഉണ്ടാക്കിയാൽ അതും നമ്മൾ എഫക്ട് ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ്. ആൻഡ് ഫൈനലി മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ഈ ഉള്ള പവർ നമ്മൾ എക്സേർട്ട് ചെയ്യണം, ഈ പവർ നമ്മൾ യൂസ് ചെയ്യണം, അല്ലാതെ സൈഡിലേക്ക് മാറി നിൽക്കാൻ പറ്റില്ല. ഈ 3 പോയിന്റ്സ് അല്ലെങ്കിൽ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനീൻ്റെ മേലെ പവർ ഉണ്ട്, പവർ അല്ല കൺട്രോൾ ഉണ്ട് നമുക്ക് പറയാൻ സാധിക്കാം. ഓക്കെ, സോ നമ്മൾ എപ്പോഴും പഠിക്കുക എന്താ, കൺട്രോൾ ഉണ്ടാവണം. കൺട്രോൾ ഉണ്ടെങ്കിൽ പവർ വേണം, പവർ വേണമെങ്കിൽ എന്താ, ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി വേണം. സോ ഇനി കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ അങ്ങനെ ഡിസിഷൻ എടുക്കുക, അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചേർന്ന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ചേർന്നിട്ടായിരിക്കും ഡിസിഷൻ എടുക്കുക. ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഒരു ഡിസിഷനിലേക്ക് എങ്ങനെ എത്തിച്ചേരുക, വോട്ടെടുപ്പിലൂടെയാണ്. അവരെന്ത് ചെയ്യും, വോട്ടെടുപ്പ് കണ്ടക്ട് ചെയ്യും, വോട്ട്. സോ ഈ വോട്ട് എങ്ങനെയാണ് കിട്ടുക, വോട്ട് ഷെയർ ഹോൾഡിങ്ങിൻ്റെ ബേസിസിലാണ് വോട്ട് വരിക. എനിക്കൊരു ഷെയർ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ ഒരു വോട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഷെയർസിൻ്റെ ബേസിസിലായിരിക്കും വോട്ട് ഉണ്ടാവുക. സോ സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 50% മേലെ ഷെയർസ് ഉണ്ടെങ്കിൽ, 50% മേലെ ഒരു കമ്പനി ഷെയർ ഉണ്ടെങ്കിൽ അത്ര തന്നെ വോട്ടും ഉണ്ടാവും. അത്ര തന്നെ വോട്ട് ഉണ്ടെങ്കിലോ നമുക്ക് അവിടെ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി കിട്ടും. സോ നമുക്ക് അവിടെ പവർ ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാം പെർസ്പെക്റ്റീവിലൊക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മൾ പഠിക്കുക എന്താണെന്ന് അറിയോ, 50% മേലെ നമുക്ക് ഷെയർ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ നമ്മളവിടെ മെജോറിറ്റി ആണെങ്കിൽ തന്നെ നമുക്ക് ഡിസിഷൻ എടുക്കാനുള്ള വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവും. ആ വോട്ടിംഗ് റൈറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മളായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. ഡിസിഷൻ എടുക്കുന്നതുകൊണ്ട് നമുക്ക് പവർ ഉണ്ട്, പവർ ഉള്ളതുകൊണ്ടാണ് നമ്മളാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് അസ്യൂം ചെയ്യുക. സിംപ്ലി പറയുന്നത് 50% മേലെ ആണെങ്കിൽ നമ്മൾ അവരെ സബ്സിഡറി ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് പഠിക്കുന്നത്. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചെങ്കിൽ 50% താഴെയാണ് നമ്മളെ ഷെയർ ഹോൾഡിംഗ് എങ്കിൽ നമുക്ക് ഒരു രീതിയിലും കൺട്രോൾ കിട്ടില്ലേ. അതായത് 50% താഴെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് കൺട്രോൾ കിട്ടുന്ന സിറ്റുവേഷൻസ് വരുമോ, അങ്ങനെ വരും എന്നുള്ളതാണ് എൻ്റെ ആൻസർ. അതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 50% താഴെ വന്നിട്ടും നമുക്ക് കൺട്രോൾ കിട്ടുന്ന 2 സിറ്റുവേഷൻസ് ഉണ്ട്. അതാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. സോ 50% മേലെയാണെങ്കിൽ എന്താ, ഷുവർ ആയിട്ടും കൺട്രോൾ കിട്ടും. ഇനി 50% താഴെ വരുന്ന 2 സിറ്റുവേഷൻ 1, 2 ഓരോന്നായിട്ടും പറയാം. ഒന്നാമത്തത്, യു ഹോൾഡ് എ ലാർജ് മൈനോറിറ്റി. നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ലാർജ് മൈനോറിറ്റി ആണ്. സോ സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഉള്ള പോലെ തന്നെ എന്താണ്, 43% ആണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. ലെറ്റ്സ് സേ ഒരു കമ്പനീൻ്റെ 43% ആണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ കമ്പനിക്ക് ബാക്കി എത്ര ഉണ്ട്, 43. ഇതേപോലെ തന്നെ വേറെ 57%. 57% കമ്പൈൻ ചെയ്തിട്ട് ടോട്ടലാണ് 100% എന്ന് പറയുന്നത്. സോ ഞാൻ ഹോൾഡ് ചെയ്യുന്നത് എത്ര, 43% ആണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. ബാക്കി 57 എന്താ, ബാക്കിയുള്ളവർ ചേർന്നിട്ടാണ്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബാക്കിയുള്ള 57% ആൾക്കാരില്ലേ സ്പ്ലിറ്റഡ് ആണ്, സ്കാറ്റേർഡ് ആണ്, സ്പ്രെഡഡ് ആണ്. പല ആൾക്കാരും എന്താ പറയുക, ചെതറിക്കിടക്കാണ്. ഒരാളിലല്ല ഉള്ളത്, കുറേ ആൾക്കാരാണ് ഇതിൻ്റെ ഹോൾഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ യുണൈറ്റ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പായി മാറി ഞാൻ എടുക്കുന്ന ഒരു ഡിസിഷൻ എതിർക്കാനുള്ള ചാൻസ് ഇല്ല ഇവിടെ. കാരണം ഒരു ഡിസിഷൻ എടുത്താൽ 43% ഹോൾഡ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഞാൻ എന്ത് ചെയ്യും, ഒരു പക്ഷത്ത് നിൽക്കും. ബാക്കിയുള്ള 57% ആൾക്കാരും യുണൈറ്റ് ചെയ്ത് എനിക്കെതിരെ നിൽക്കാൻ ചാൻസ് ഇല്ല. കാരണം ഇവരെ തമ്മിൽ പരിചയം പോലും ഇല്ല, സ്കാറ്റേർഡ് ആണ്, സ്പ്രെഡഡ് ആണ്, ഒരു രീതിയിലും പരിചയമില്ല. ഇവരിപ്പോൾ ഹോൾഡ് ചെയ്യുന്ന ഒരാൾ ഹോൾഡ് ചെയ്യുന്ന 0.5% ആയിരിക്കും, ഒരാൾ 1% ആയിരിക്കും, ഒരാൾ 2% ആയിരിക്കും. ഇവരുടെ പരിചയമില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഡിസിഷൻ എടുത്താലും എനിക്കെതിരെ നിൽക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് ഇവിടെ ഇൻഡയറക്ട്ലി എന്താവുന്നത്, മെജോറിറ്റി ആവുന്നത്. ഓക്കെ, സോ ഇത് ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഡിസിഷൻ എടുക്കുമ്പോൾ 100 ആൾ ചേരുമ്പോൾ എന്താണ് 43% എൻ്റെ ആണെങ്കിൽ കൂടി ബാക്കിയുള്ള ആൾക്കാരൊന്നും ഉണ്ടാവില്ല, വളരെ സ്പ്രെഡഡ് ആയിരിക്കും. കുറച്ചായിട്ട് കുറേ ആൾക്കാരടുത്ത് ചെതറി കിടക്കുന്നുണ്ട് തന്നെ അവർ യുണൈറ്റ് ചെയ്ത് എനിക്കെതിരെ, ഞാൻ എടുക്കുന്ന ഡിസിഷനെതിരെ നിൽക്കാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ തന്നെയാണ് മെജോറിറ്റി വരുന്നത്, ഇൻഡയറക്ട്ലി മെജോറിറ്റി ആയി മാറുന്നത്. ഒരിക്കലും ടെക്നിക്കൽ ടേംസിൽ 50% മേലെ ആണെങ്കിൽ മാത്രമാണ് മെജോറിറ്റി. പക്ഷേ ഈ കേസിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ബാക്കിയുള്ള ആൾക്കാർ ചേർന്നിട്ട് എനിക്കെതിരെ നിൽക്കാനില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഞാൻ തന്നെയാണ് മെജോറിറ്റി വരുന്നത്, 43% എന്നുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ്, യു ഹാവ് എൻ എഗ്രിമെൻറ്റ് വിത്ത് അതർ ഷെയർ ഹോൾഡേഴ്സ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ 45% ആണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വേറെ സിറ്റുവേഷൻ വരക്കാം.
ഇവിടെ 45% ആണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് മെജോറിറ്റി ആവണമെങ്കിൽ എപ്പോഴും 15 മേലെ വേണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഈ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഇതേ കമ്പനിയിൽ ഒരു 15% ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. ഓക്കെ, സോ അവൻ എന്നോട് പറയാണ്, ഓക്കെ എൻ്റെ കയ്യിൽ ഇത്ര പെർസെൻറ്റേജ് വോട്ട് എന്താ പറയുക ഷെയർ ഹോൾഡിംഗ് ഉണ്ട്, അത് യൂസ് ചെയ്തോ, അത് യൂസ് ചെയ്തിട്ടുള്ള വോട്ടിംഗ് നീ എടുത്തോ, നിനക്ക് അത് യൂസ് ചെയ്തിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കുന്നു പറഞ്ഞാൽ അവൻ ആ ഷെയർസിൻ്റെ വോട്ടിംഗ് അതോറിറ്റി എനിക്ക് പാസ് ചെയ്തെന്ന് അസ്യൂം ചെയ്യാം. സോ ഇനി ഞങ്ങൾ രണ്ടാളും കൂടി കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും? 45 + 15 വിച്ച് ഈസ് ഈക്വൽ ടു 16% ആയിരിക്കും ഞങ്ങൾ രണ്ടാളും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത്. സോ 60% എന്താ 50%ൻ്റെ മേലാണ്, അപ്പോൾ എന്തായി മെജോറിറ്റി ആയി മാറി. സോ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സായിട്ട് എഗ്രിമെൻറ്റിൽ വരികയാണ്, അവരുടെ ഷെയർസിന് കിട്ടുന്ന വോട്ടിംഗ് റൈറ്റ്സ് നമുക്ക് പാസ് ചെയ്തിട്ട് അതും കൂടി നമ്മളെ ഡിസിഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു എഗ്രിമെൻറ്റിൽ എത്തുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? 50%ൻ്റെ താഴെ ആണെങ്കിൽ കൂടി നമുക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. സോ രണ്ട് സിറ്റുവേഷൻസ് ആണ് വരുന്നത്. ഒന്ന് നമ്മൾ ലാർജ് മൈനോറിറ്റി ആവുന്ന സിറ്റുവേഷൻ, നമ്മൾ 50%ൻ്റെ മേലെ ഇല്ല, പക്ഷേ ബാക്കി എല്ലാവരുമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെയാണ് കൂടുതലുള്ളത്. അത് ഒന്നാമത്തെ സിറ്റുവേഷൻ. ഇനി രണ്ടാമത്തെ എന്താ പറയാനുള്ളത്? യു ഹാവ് എഗ്രിമെൻറ്റ് വിത്ത് അതർ ഷെയർ ഹോൾഡേഴ്സ്. ബാക്കിയുള്ള ഷെയർ ഹോൾഡേഴ്സായിട്ട് നമ്മളൊരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ട് നമ്മൾ 50%ൻ്റെ മേലെ ആവുന്ന സിറ്റുവേഷനാണ് രണ്ടാമത്തെ കേസ് വരുന്നത്. അവിടെ രണ്ടിലും എന്താണ് 50%ൻ്റെ താഴെയാണ് എൻ്റെ ഷെയർ ഹോൾഡിങ്, പക്ഷേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിലേക്ക് ഞാൻ എത്തും. സോ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. സോ കൺട്രോൾ ഈസ് നോട്ട് ഓൺലി അബൌട്ട് പെർസെൻറ്റേജ്. ഒരിക്കലും പെർസെൻറ്റേജ് ടേംസിൽ നമുക്ക് കൺട്രോൾ എന്ന് പറയാൻ സാധിക്കില്ല. 50% മേലാണെങ്കിലേ കൺട്രോൾ ഉള്ളൂ, അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. ഇറ്റ്സ് അബൌട്ട് വെദർ യു ക്യാൻ ആക്ച്വലി സ്റ്റേ ദ ഡിസിഷൻസ്. നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. അത് ഡിസിഷൻ മേക്കിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ടെക്നിക്കലി പറയാൻ സാധിക്കും അവിടെ പവർ ഉണ്ട്, കൺട്രോൾ ഉണ്ട്. കൺട്രോൾ ഉണ്ട്, നമുക്ക് സബ്സിഡി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ഒരിക്കലും പെർസെൻറ്റേജിൻ്റെ ബേസിസിൽ മാത്രം ചിന്തിക്കരുത്. പക്ഷേ എക്സാം പെർസ്പെക്റ്റീവിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാകാൻ വേണ്ടി 50%ൻ്റെ മേലെ ആണെങ്കിൽ ഇത് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എപ്പോഴും ചിന്തിക്കുക. പക്ഷേ അങ്ങനെയല്ല റിയൽ കേസിൽ നിന്ന് മനസ്സിലാക്കാം. സോ ഈ വീഡിയോയിൽ എന്താണ് കൺട്രോൾ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 5 വർക്കിംഗ് നോട്ട്സ് ഉണ്ട്. ഈ വർക്കിംഗ് നോട്ട്സ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് വീഡിയോസിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ മൂവ് ടു ദ നെക്സ്റ്റ് വീഡിയോ.